കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് വീണ്ടും സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. നമ്മുടെ ഈ ചൊവ്വാഴ്ചയുടെ ഉപവാസ പ്രാർത്ഥനയുടെ രാവിലെ സമയം കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ പ്രാർത്ഥനയോട് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വിശേഷാൽ വിഷയങ്ങൾ പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായിട്ട് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവിനെയാക്കി ആ പ്രാർത്ഥന ഇടിയുവാനും ദൈവം എന്നെ ബലപ്പെടുത്തിയല്ലോ. പ്രത്യേകിച്ച് ആലയത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർത്തും നമ്മോടൊപ്പം ഓൺലൈനിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ബഹുമാനിയ പ്രിയപ്പെട്ടവരെ ഓർത്തും എല്ലാവരും ക്രിസ്തുവിൽ വന്ദനവും ആമേ വിശേഷാൽ ഈ ആരിലേക്ക് സഹൃദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ ആത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുറമാനമായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതെല്ലാം തിടുക്കത്തോടെ, പ്രത്യേകിച്ച് ഈ 5-ാം മാസം തീരാൻ ഇനി അല്പ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ദൈവം അതിനെ തിടുക്കത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ച് കർത്താവ് മാനിക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവസന്നെ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവിക വചന സമ്മേളനത്തിന് വേണ്ടി സഭാപ്രസംഗ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും അതിനുശേഷം 9-ാമത്തെ വാക്യത്തിൻ്റെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകയില്ല. ഇനി 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നീ ചെന്ന് സന്തോഷത്തോടു കൂടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. രണ്ടും രണ്ട് ആശയങ്ങളുമായ ദൂതാണെങ്കിൽ തന്നെയും ഇന്ന് ഈ രാവിലെ സമയം എൻ്റെ വചന ധ്യാനത്തിങ്കൽ പെട്ടെന്ന് ദൈവാത്മാവെനിക്ക് പ്രകാശിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടാണ് നാം ഇന്ന് വായിച്ച് ഇപ്പോൾ കേട്ട ദൈവത്തിൻ്റെ ദൂതുകൾ. വിശേഷാൽ നമ്മൾ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്ന, എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന, നാം ആഗ്രഹിച്ചിരിക്കുന്ന ചില സന്തോഷങ്ങളിലേക്ക് ദൈവാത്മാവിന് നമ്മെ കൊണ്ടെത്തിക്കാനും ദൈവത്തിന് പ്രസാദമുള്ളതുകൊണ്ട് ആ ദൈവ നിയോഗമായ വചനത്തെ ഞാൻ അതുപോലെ തന്നെ ശുശ്രൂഷിപ്പാൻ കർത്തനാമത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സഭാപ്രസംഗി എന്ന ഈ പുസ്തകം, അപ്പോൾ തന്നെ ഉത്തമഗീതവും സങ്കീർത്തനങ്ങളുമൊക്കെ ആമേ എഴുതിയത് ശലോമൻ എന്ന് പറയുന്ന ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന അഭിഷക്തനാണ് എന്ന് നമുക്കറിയാം. നിന്റെ ജനത്തെ മേയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത മറുപടി എന്ന് പറഞ്ഞ കാര്യം, അവൻ ചോദിക്കാത്ത കാര്യങ്ങൾ പോലും ദൈവം അവന് നൽകി എന്ന് പറഞ്ഞാൽ, അവൻ ഈ ഭൂമിയിൽ ഭരിക്കാനും ജീവിക്കുവാനും അവന് മുൻപോട്ട് ഗമിക്കുവാനുമുള്ള സകല കാര്യങ്ങളും നൽകി. നമുക്കറിയാം, എഫേസ്യർ 3:20 വാക്യവും അതുമായിട്ട് അനുബന്ധിച്ച വാക്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയായി കഴിയുമെന്ന വാക്കാണ്. അതിൻ്റെ എഫേസ്യ ലേഖനത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗമായാൽ മതി. ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോമിസാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുമെന്ന ഒരു വാക്ക്. അതുപോലെ തന്നെ ദൈവദാസനായ ശലോമനും ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ജനത്തെ ഭരിക്കാൻ ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ചെയ്തിരിക്കുന്ന എനിക്ക് ഈ ജനത്തെ അല്ലലില്ലാതെയും അലച്ചിലില്ലാതെയും ബുദ്ധിമുട്ടില്ലാതെയും ഭരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ, രാജാവായതുകൊണ്ട്, ദൈവം രാജാവാക്കി തീർത്തതുകൊണ്ട്, ദൈവം അവൻ ചോദിക്കാത്ത കാര്യങ്ങളും അവൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളും ദൈവം അവൻ്റെ അടുക്കൽ കൊണ്ടങ്ങിട്ട് കൊടുത്തു. സ്വതന്ത്രം. പ്രൈസ് ഗോഡ്.
നന്മയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോകാതെ നന്മയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുകൊടുത്ത് ദൈവം മാനിച്ച ഒരു ചരിത്രമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ കൂടിയൊക്കെ നാം ശലോമോൻ ജീവിതം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വാക്ക്. അതിൻ്റെ അതേ ആശയത്തിൽ പ്രാപിച്ച നന്മയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ശലോമോൻ ഈ വാക്യങ്ങൾ ഇവിടെ പ്രസ്താവിച്ച വാക്ക്. ആ വാക്ക് ഇതാകുന്നു: ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ വാക്ക്? ദൈവത്തെ പറഞ്ഞേ. ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായും ഞാൻ അറിയുന്നു. ഈ ഓൺലൈൻ ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി ഞാൻ അറിയുന്നു. ഈ വാക്കിന് ഇന്ന് നാം ആത്മാവിൽ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൈവാത്മാവ് പറയുന്ന ഒരു പദമാണ് ദൈവത്തെ ഭയപ്പെടുന്ന വാക്ക്. സ്തോത്രം. നമുക്കറിയാം, വിശുദ്ധ പുസ്തകത്തിനകത്ത് നാം ഇഹംപ്രദം വായിച്ചു പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്, ദൈവം ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച് ഏതേൻ തോട്ടത്തിനകത്തായി താഴ്ത്താകുമ്പോൾ ഇരുട്ടിന്റെ ശക്തി അല്ലെങ്കിൽ ഭയം എന്ന കാര്യം അതിനകത്തില്ല. ഭയമെന്നില്ല കാര്യം ദൈവഭയമെന്നോ അല്ലെങ്കിൽ മറ്റൊരു ഭയം എന്ന പദം, ആ പദം ഫിയർ എന്ന പദം അവിടെയില്ല. ഈ ഭയമില്ലാത്ത ആ ദേശത്തിനകത്ത് ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ഏത് തോട്ടത്തിനകത്ത് പിശാചി കയറി ആ കുടുംബത്തെ ഛന്ന ഭിന്നമാക്കി മാറ്റി. അല്പമെങ്കിലും ദൈവഭയം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അല്പമെങ്കിലും ദൈവത്തോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പമെങ്കിലും ദൈവത്തോട് ആഴമായ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരിക്കൽ പോലും ദൈവം പറയാത്ത കാര്യം എനിക്ക് വേണ്ട, ദൈവം മാറ്റിവെച്ച കാര്യം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ ദൈവഭയത്തിൻ്റെ അപര്യാപ്തതയിൽ നഷ്ടപ്പെട്ടത് ഒരു വലിയ നേട്ടമാണ് നഷ്ടപ്പെട്ടത്. അവിടെ മുതൽ ഇങ്ങോട്ട് നാം വിശുദ്ധ പുസ്തകത്തിൻ്റെ ഓരോ താളുകളും മറിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമെല്ലാം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം എന്ന പദങ്ങളാണ് അവിടെ ആവർത്തിച്ച് പ്രകാരം ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണമെന്ന് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് കുറിച്ച കാര്യം എന്ന് പറയുക കാര്യം. ദൈവ ഭയമില്ല എങ്കിൽ നീ വാക്തത്വത്തിൽ നിന്നും പുറത്തേക്ക് പോകും. ദൈവ ഭയമില്ല എങ്കിൽ ഉയർച്ചയിൽ നിന്ന് പുറത്തേക്ക് പോകും. ദൈവ ഭയമില്ല എങ്കിൽ നീ ഒരു കാരണവശാലും അവകാശം പ്രാപിപ്പാൻ നീ യോഗ്യനല്ലാത്തത് കൊണ്ട് നിനക്ക് ദൈവ ഭയം വേണം. എന്താ ദൈവ ഭയത്തിന്റെ പ്രത്യേകത? എന്താ ദൈവഭയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന കാര്യം ദൈവ ഭയത്തിന്റെ ഒരു പ്രത്യേകത എന്തുവാ? നമുക്കറിയാം, ഈ നല്ല കുടുംബ ജീവിതം നയിക്കുന്ന കുടുംബത്തിനകത്തുള്ള ഭാര്യയെയും മക്കളെയും കാണുമ്പോൾ അറിയാം. എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുന്ന വാക്ക്? വളരെ അച്ചടക്കവും അനുസരണവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് അവരെ കാണുമ്പോൾ അറിയാം. അവരെ ആ ബോഡി ലാംഗ്വേജ് കാണാൻ പറയുമ്പോൾ അവിടെ നമ്മൾ നല്ലൊരു കുടുംബം, നല്ലൊരു വ്യക്തിത്വങ്ങൾ, നല്ല പേരുള്ളവർ, നല്ല സിസ്റ്റമായി ജീവിക്കുന്നവർ എന്നുള്ള പേരുകൾക്ക് ഉണ്ടാകുന്ന കാര്യം ആ വീട്ടിൻ്റെ അച്ചടക്കമാണ് ആ കുടുംബത്തിന് ഭദ്രതയ്ക്ക് കാരണമാകുന്നത്. ഇതുപോലെ നാം ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൾച്ചറിൽ, ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ, ദൈവത്തിൻ്റെ മനോഭാവത്തിലായിരിക്കും നമ്മുടെ സഞ്ചാരം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ മനോഭാവത്തിൽ, ദൈവത്തിൻ്റെ ആശയത്തിലും ദൈവത്തിൻ്റെ സംസ്കാരത്തിലുമായിരിക്കും സഞ്ചരിക്കുന്ന. അങ്ങനെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കൽ പോലും ഒരു ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ വരുന്നില്ല. അവന് നന്മ വരുമെന്ന് അനുഭവ സമ്പത്ത് ഉടമസ്ഥനായ ശലോമോൻ പറയുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നന്മ വരുമെന്ന് എനിക്ക് നിശ്ചയമായ
ഉറച്ചിരിക്കുന്നു. കാര്യം ഞാനത് അനുഭവസ്ഥനാണെന്നാണ് ശലോമന്റെ പദത്തിന്റെ ശക്തി നമ്മൾ ആസ്വദിക്കുന്ന മേഖല. പ്രൈസ് ഗോഡ്. അവിടെ ഒന്ന് രണ്ട് ആശയങ്ങൾ പറയാം. ഈ അതിനകത്തെ നന്മ എന്ന വാക്കിന് ഗുഡ്നസ് എന്നൊരു ഇംഗ്ലീഷ് പദം കൊടുത്തിരിക്കുന്നു. ആ ഗുഡ്നസ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്ന കാര്യം നല്ല സ്വഭാവവും നല്ല ഗുണവുമാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നല്ല സ്വഭാവവും, ഗുഡ് ക്യാരക്ടർ, അപ്പൊ നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വരുന്ന അവകാശമെല്ലാം നല്ല നന്മയായിരിക്കും. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് നല്ല ക്യാരക്ടറാണ്, നല്ല സിസ്റ്റം ലൈഫാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന്, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് നടക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണെങ്കിൽ അവന് ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്നും, തമ്പുരാന്റെ ഖജനാവിൽ നിന്ന്, തമ്പുരാന്റെ അടുക്ക നിന്ന് അവന് നേട്ടങ്ങൾ പരിശുദ്ധാത്മ കൊടുക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പറയാം, കർത്താവേ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. 128 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം എന്താ വാക്ക്? ഉറക്കെ ദൈവത്തെ വായിച്ചു നോക്കി. ആ പദം ഒന്ന് വായിച്ച് നന്നായി വായിച്ച. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ചെറുതല്ല, ഒരു വലിയ കാര്യമാണ് ആ വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്ക്. അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്നവന് കൊടുത്തിരിക്കുന്ന ഒരു പ്രമോഷൻ ശബ്ദമാണ് ഏതാ? അവൻ ഭാഗ്യവാനെന്ന്. കണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് എന്തുണ്ട്? ഭാഗ്യം. അടുത്ത വാക്യം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തെ ഭയപ്പെടുന്ന വീട്ടിനകത്ത്, ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബത്തിനകത്ത്, ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കളിലേക്ക് വരുവാക്കാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നും. അവൻ ഭാഗ്യവാൻ. അവന് നന്മ ഉണ്ടോ? വരുമോ എന്ന പദമല്ല പറഞ്ഞേ, വരും, നിശ്ചയമാണ്, കണ്ടിപ്പായി പറഞ്ഞ പദമാണ്. അവന് നന്മ വരും. അപ്പൊ അവിടെ ഓർത്തോണം, കർത്താവേ, ഒരു ആന പോകുമ്പോൾ ആനയുടെ പുറകിൽ വാല് പോകുന്നു എന്ന് ആനയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവത്തെ ഭയപ്പെട്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അവന്റെ നന്മ അവന്റെ അടുക്കലേക്ക് വരും, നിശ്ചയമായി വരും. സ്തോത്രം ചെയ്യാമോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ അല്പം മുമ്പ് നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം വരുന്നത് പോലെ അല്ല വന്നത്, അതിന് താമസം വന്നെങ്കിലും അല്പം നേരത്തെ ദൈവസന്നിധി കടന്നു വന്നു. ഞാൻ ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ വചനം വായിച്ചു, എൻ്റെ കണ്ണ് നിറഞ്ഞു. ദൈവസന്നിധി അല്പം കണ്ണീരോട് ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാര്യം ആ പ്രാർത്ഥിച്ച് ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സഭാപ്രസംഗ പുസ്തകത്തിൽ ഈ വാക്യം എൻ്റെ കണ്ണിൽ ഉടക്കിയത്. അതെന്നോട് സംസാരിച്ചു, അതെന്നെ ധൈര്യപ്പെടുത്തി, അതെന്നെ കർത്താവ് അല്പം കൂടി ഉന്മേഷമുള്ളവനാക്കി മാറ്റി. ഞാൻ ഇന്ന് രാവിലെ ദൈവമക്കളോട് പ്രസംഗിക്കാൻ എനിക്ക് ലഭിച്ച ഉന്മേഷവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് അവൻ നന്മ വരുമെന്ന് നിശ്ചയമായി അറിയുന്നുവെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ നടക്കുന്ന ഏവന് ഭാഗ്യവാൻ. അവൻ്റെ കൈകളുടെ അധ്വാനഫലം തിന്ന് അവൻ ഭാഗ്യവാൻ. അവന് നന്മ വരും. ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയാ, അവൻ നന്മയ്ക്ക് വേണ്ടി നാം ചോദിക്കേണ്ട, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. അവൻ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ, അവന്റെ വഴികളിൽ കൂടി അവൻ സഞ്ചരിച്ചാൽ മാത്രം മതി. അവന് ലഭിക്കേണ്ട സകല ഉയർച്ചകൾ അവനെ തേടി അവന്റെ അടുക്ക വരുമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥനയിൽ നാം ദൈവ ആത്മീക വിഷയത്തിനോ ഭൗതിക വിഷയത്തിനകത്തോ സാമ്പത്തിക വിഷയത്തിനകത്തോ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നമ്മുടെ അടുക്ക നന്മ വരുമെന്ന് ഈ രാവിലെ വിശ്വസിക്കുന്നവർ അക്കരമടിച്ചു പറയുമേ, ഞാൻ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട്, ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് അവൻ ജീവിക്കുന്നു. നിശ്ചയമായ അവൻ എന്റെ അടുക്കൽ നന്മ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഭയപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പരാജയം ഒത്തിരി വ്യക്തികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്.
നമ്മളെപ്പോഴും പറയുന്ന വാക്ക് ദൈവഭയം സർവ ജയമെന്ന് പറയാം. അപ്പം നമ്മൾ നിർത്തത്വ ദൈവത്തെ ഭയപ്പെടാമോ? വചനം പറഞ്ഞ വാക്കാകുന്നു 50-ാം സങ്കീർത്തനത്തിന് പറഞ്ഞ വാക്കാകുന്നു, ദൈവത്തെ മറക്കുന്നവരെ, ദൈവ ഭയമില്ലാത്തവരെ ഓർത്തുകൊള്ളിൽ. പറഞ്ഞേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറും, ഞാൻ അടിച്ചോടിച്ച് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിരത്തി വെച്ച് നിങ്ങളുടെ പരിഹാസ വിഷയമാക്കി ആക്ഷേപ വിഷയമാക്കി മാറ്റും എന്ന ദൈവത്തെ ഭയപ്പെടാനാ പറവാക്ക്. ഇത് ഭയപ്പെട്ടില്ല എങ്കിൽ ഞാൻ എല്ലാം നിന്റെ കണ്ണിന്റെ മുമ്പാകെ നിരത്തി വെക്കും, ഞാൻ നിന്നെ കീറും എന്നൊക്കെ പദം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന കാര്യം, എന്തെങ്കിലും ദൈവത്തോട് ദൈവഹിതമില്ലാതെ ഒരു കാര്യം ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്ന്, എന്ന ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് പുസ്തകം ആവർത്തിച്ച് പറയുമ്പോൾ ഈ രാവിലെ ആത്മാവിൽ പറയാ, നന്മ വരും, നിശ്ചയമായി നന്മ വരും, ഉയർച്ച ദൈവം തരും. ആമേ പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയത്തിനകത്ത് ദൈവം നേട്ടം തന്നിരിക്കുക, അതിനകത്തൊരു കോട്ട വരില്ല. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ ഉപാസത്തിൽ ആമേ ദൈവ ശബ്ദം കേൾക്കുന്നതായ ആമേ ദൈവമൊക്കെ ആത്മാവിൽ പറയാ, നമുക്ക് നന്മ വരും, നന്മ വരും. തെക്ക് നിന്നോ വടക്ക് നിന്നോ കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ എവിടെയെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു നന്മ വരും. നാം പ്രതീക്ഷിക്കാത്തിടത്ത് നന്മ വരും. കർത്താവിന്റെ ദാസനായ ആമേ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, നീ കുഴി വെട്ടാൻ പറഞ്ഞു. കുഴി വെട്ടാൻ പറഞ്ഞ കാര്യം, വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് വെള്ളമില്ല. അപ്പൊ പ്രവാചകനെ കൊണ്ട് പ്രവചിച്ച് പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ആ താഴ്വരകളിൽ പോയി കുഴി വെട്ടാൻ പറഞ്ഞു. പക്ഷെ എവിടെ നിന്നാണ് ആ വെള്ളം വന്ന് കുഴി നിറയുമെന്ന് ഒരു പിടുത്തമില്ല. നിങ്ങൾ അതിൻ്റെ മേളിലോട്ട് വാക്യങ്ങളൊക്കെ വായിക്കും. ഞാൻ ദിനവൃത്താന്ത പുസ്തകത്തെ വാക്യമാണ് പറഞ്ഞ വാക്ക്. അതിൻ്റെ മേളിലത്തെ വാക്ക് വായിക്കുമ്പോൾ യാക്കോബിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ പേരാകുന്നു ഏശാവ്. ഏശാവ് പിന്നെ ഏദോമായി മാറി. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്ക് പോകാൻ വരുന്ന കൂട്ടത്തിൽ യാക്കോബിന്റെ ജ്യേഷ്ഠ സഹോദരനാണല്ലോ ഏശാവ്, അവന്റെ രാജ്യമാണല്ലോ ഏദോം. അതുകൊണ്ട് ചേട്ടനോട് പോയി ചോദിക്കാം, ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് പോകാൻ ഈ രാജപാത തരുമോ, ഞങ്ങൾക്ക് ചുറ്റാതെ വണ്ണം പോകാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഏശാവിനോട് പോയി ചോദിച്ചപ്പോൾ ഏശാവ് പറഞ്ഞു, കാല് വെട്ടുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് പോയാ പ്രൈസ് ഗോഡ്. ഈ മണ്ണ് ചവിട്ടിയാൽ നിങ്ങൾ അമ്മ ശിക്ഷിക്കും, ഈ മണ്ണ് ചവിട്ടിയാൽ ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാം, എൻ്റെ അതിൽ കൂടി പോകാനോ എൻ്റെ രാജപാത ഉപയോഗിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ് ആട്ടിക്കളഞ്ഞ സ്ഥാനത്ത് അവർ വേദനയോടുകൂടി അവർ ഒത്തിരി മല കയറി ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. ആമെ സ്വന്തം സഹോദരന്മാര് പോലും ആമെ കരുണ തോന്നിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വ്യാകുലപ്പെട്ടുവെങ്കിൽ ദൈവം ഒരു സുപ്രഭാതം എഴുതി വെച്ചു, നോക്കിക്കോ ആമെ നിനക്ക് നന്മ തരില്ല എന്ന് പറഞ്ഞ നിന്റെ ജ്യേഷ്ഠന്റെ രാജ്യത്തിൽ തന്നെ ആമേ ഞാൻ നിനക്ക് നന്മ തരും. കരമടിച്ചു ആത്മാവിൽ പറയാമോ, ആരൊക്കെ നമ്മെ നന്മ ചോർത്തിയോ, ആരൊക്കെ ഉയർച്ചയെ വെട്ടിമാറ്റിയോ, ആരൊക്കെ നേട്ടത്തെ മാറ്റിവെച്ചോ, പക്ഷെ ദൈവം കുറിച്ചു വെച്ചിട്ട് അതിന് തക്കതായ മറുപടികൾ വ്യക്തമായ ഭാഷ ദൈവം തരും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പ്രവാചകനെ കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കുഴിവെട്ട്, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം. പിറ്റേ ദിവസം രാവിലെ കുഴിവെട്ടിയ കുടുംബത്തിനകത്ത് വെള്ളം നിറഞ്ഞു. പക്ഷെ അവിടെ ദൈവം കുറിച്ചു വെച്ച വാക്ക്, വെള്ളം എവിടെന്നാ വന്നത്? ഏദോം എന്ന് പറയുന്ന ആ ആട്ടിക്കളഞ്ഞ ദേശത്ത് നിന്നും ദൈവം വെള്ളം ഒഴുക്കി ഇസ്രായേൽ മക്കളുടെ കുടിച്ച കിണറിലെല്ലാം കുഴിക്കകത്തെല്ലാം വെള്ളം കൊണ്ട് കർത്താവ് നിറച്ചു. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, തരില്ല എന്ന് പറഞ്ഞ രക്തബന്ധങ്ങൾ, തരില്ല എന്ന് പറഞ്ഞ ചാച്ചക്കാർ, തരില്ല എന്ന് പറഞ്ഞ സുഹൃത്ത് വലയങ്ങൾ, തരില്ല എന്ന് പറഞ്ഞ അധികാരികൾ, തരില്ല എന്ന് പറഞ്ഞ ആട്ടിക്കളഞ്ഞ വ്യക്തികൾ, അവർ പോലും അറിയാതെ അവർ അവകാശം ഒഴുക്കി തരുമെങ്കിൽ കരമടിച്ചൊന്ന് ആത്മാവിൽ പറയാ, എന്റെ ദൈവത്തോട് കളിച്ചാൽ, അവൻ ദൈവ മക്കളോട് കളിച്ചാൽ, പ്രാർത്ഥിക്കുന്നതോട് കളിച്ചാൽ, ആമേ ആ കളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാവിലെ ഉപവസിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ നന്മ എത്രയോ പ്രാവശ്യം ആമേ മാറ്റിക്കളഞ്ഞു, എത്രയോ പ്രാവശ്യം അവകാശങ്ങളെ ആമേ മാറ്റിക്കളഞ്ഞു, എത്രയോ പ്രാവശ്യം പ്രതിഫലം തരാതെ വന്ന് നമ്മെ ശൂന്യമാക്കി കളഞ്ഞു. പക്ഷെ ആത്മാ ഒരു വാക്ക് പറയുന്നു, നീ ദൈവത്തെ ഭയപ്പെട്, നീ എന്റെ അടുക്കൽ നിൽക്ക്, ആമേ ഞാൻ നിനക്ക് വേണ്ടി ഏദോമിൽ നിന്ന് ഒരു വെള്ളമടിക്ക് കുഴി നിറപ്പിച്ച അതേ ദൈവം തന്നെ സംസാരിക്കുന്നു. ആമേ നിനക്ക് നന്മ തരില്ല എന്ന് പറഞ്ഞവന്റെ അടുക്കുന്നത് തന്നെ അത് നിനക്ക് നന്മ കൊണ്ട് തന്ന് നിന്റെ സകല കാര്യത്തിന് ഞാൻ തീർപ്പ് കൽപ്പിക്കും. സ്തോത്ര. ശലോമോൻ പറഞ്ഞു,
എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവത്തോട് പറ്റി നിന്നു, ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവം എനിക്ക് ശേബയിൽ നിന്നും മറ്റ് ജാതിക രാജ്യത്ത് നിന്നും ആ കപ്പൽ കപ്പൽ നിറച്ച് സ്വർണവും പൊന്നും തടിയും സാധനങ്ങളും മൊത്തം ഇറക്കി കൊടുത്തു. അപ്പോഴൊരു കാര്യം മനസ്സിലായത്, യഹോവയെ ഭയപ്പെട്ടാൽ മാത്രം മതി, ശേബയിൽ നിന്നും പൊന്നു വരും. സ്വത്രം പറഞ്ഞാട്ടെ, ശേബയിൽ നിന്നും പൊന്നു കൊണ്ടുതരും, മറ്റ് രാജ്യങ്ങളിൽ നിന്നും അവകാശം കൊണ്ടുതരും. നമ്മൾ ഈ ദേശത്തിൽ നാം ചില ചോദ്യങ്ങളുമായിട്ടായിരിക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നന്മ ദൈവം തരും. നാം ചോദിക്കാത്ത, നാം നനയ്ക്കാത്ത, പ്ലാൻ ചെയ്യാത്ത, നാം ഒരിക്കൽ പോലും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കുടിച്ച വെള്ളത്ത് പോലും ചിന്തിക്കാതെ ഇടത്തു നിന്നും ചില ഉറവകൾ ഒരുക്കി തന്ന് നമ്മുടെ കടങ്ങൾ മാറ്റാൻ, ഭവന പണി ചെയ്യാൻ, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി നാം എന്തെല്ലാം വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങൾക്കെല്ലാം ദൈവ തീർപ്പ് കൽപ്പിക്കാൻ ദൈവം ചില നന്മ തരുമെന്ന് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദൂതനെ പ്രവചനാത്മാവിൽ പ്രവചിച്ച് ശുശ്രൂഷിച്ചാൽ വിശ്വാസത്തെ എത്ര പേർ കരമടിച്ച് സ്വീകരിക്കാൻ പറ്റുക? ദൈവമേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ഭയപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവം എനിക്ക് നന്മ തരുമെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇനി 9:7-8 വാക്യം കൂടി ഒരു പ്രാവശ്യം കൂടി വായിച്ചിടാമോ? 9:7-8 വാക്യം ഒന്ന് വായിച്ച്. 7-8 വാക്യം. നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്ക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. ആ വാക്ക്, നീ ചെന്ന് കുഞ്ഞെ സന്തോഷത്തോടെ നീ എന്ത് ചെയ്യുക? അപ്പം തിന്നുക. ഞാൻ പറയാം, ഈ നന്മ കിട്ടിയില്ലെങ്കിൽ അപ്പം തിന്നാൻ തോന്നുമോ? വെള്ളം കുടിക്കാൻ തോന്നുമോ? ഇല്ല. നമ്മൾ വിഷമത്തോടെ കണ്ണീരോടെ കരഞ്ഞ്, കർത്താവ് ഈ വിഷയത്തിനകത്തൊരു വിടുതൽ കിട്ടണം, ഈ മേഖലയ്ക്കൊരു നന്മ പ്രാപിക്കണം, അത് കിട്ടുന്നത് വരെ നാം ആഹാരം കഴിക്കാൻ തോന്നത്തില്ല, നമുക്ക് വെള്ളം കുടിക്കാനും തോന്നത്തില്ല. മനസ്സാകപ്പാടെ ചഞ്ചലിക്കായിരിക്കും, തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് നമ്മൾ മാനസിക ഒത്തിരി ഭാരത്തിലായിരിക്കും. പക്ഷെ ഇപ്പോൾ പറയുന്നു, നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി ഉറച്ചു. നന്മ വരുമെന്ന് ഉറച്ച് എൻ്റെ കുടുംബത്തിൽ എന്ത് വന്നു? നന്മ വന്നപ്പോൾ കർത്താവ് മോനെ നീ പോ, നീ സന്തോഷത്തോടെ ഞരക്കമില്ലാതെ നീ അപ്പം ഭക്ഷിക്കാൻ തക്കവണ്ണം. ഇന്ന് രാവിലെ ഇതൊരു ആശ്വാസ വാക്കല്ലേ? ഇതൊരു പ്രതീക്ഷയുടെ വാക്കല്ലേ? ഇതൊരു പ്രാർത്ഥനയ്ക്ക് മറുപടിയല്ലേ? കർത്താവ് തരുന്ന വിശേഷമായ വിടുതലല്ലേ? ഇതൊരു ദൈവിക സന്തോഷത്തിലേക്ക് നയിക്കുന്ന മേഖലയല്ലേ? അവൻ നമ്മെ ഭക്ഷിപ്പിക്കുവാനോ നമ്മൾ കുടിക്കുവാനോ സമ്മതിക്കാതെ മാനസികമായി നമ്മെ ഇട്ട് ഞരക്കുന്ന അവ ചില ചിന്തകളിലെ, അവ ചില ചോദ്യങ്ങളിലെ അവൻ നാം ആഹാരം മാറ്റിവെച്ച് വേണ്ട, അവ ആ നന്മ വരുന്നത് വരെയ, ആ ഉയർച്ച വരുന്നവരെയ, ആ മറുപടി വരുന്നവരെയ ഞാൻ കഴിക്കുന്നില്ല, അവൻ ഞാൻ കുടിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നന്മ വരും, ഈ ആഴ്ച നന്മ വരിക, നാം മറുപടി തരും. ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവയെ മടങ്ങി പോകുമ്പോൾ തന്നെ ചില സന്തോഷ വാർത്തകൾ, ചില വിടുതൽ ശബ്ദങ്ങൾ അവയെ കരുമടിച്ചു പറയാ. അവയെ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവയെ നമ്മുടെ പ്രാർത്ഥന വിഷയമായി ദൈവശേ കരയുന്ന വിഷയത്തിനകത്ത് ആത്മാ പറയുന്നു, അത് ദൈവം തരാൻ പോകുകയാണ്, ദൈവം തരാൻ പോകുകയാണ്, ദൈവം തരാൻ പോകുകയാണ്. അധികം ഭക്ഷിപ്പാൻ, അധികം പാനം ചെയ്യേണ്ട അന്തരീക്ഷത്തിൽ തരത്തക്കവണ്ണം ഒരു നന്മയുടെ, ഒരു അനുഗ്രഹത്തിന്റെ, ഒരു വിടുതലിന്റെ അന്തരീക്ഷത്തിലേക്ക് ദൈവം നമ്മെ തലമുറകളെ ദൈവം നടത്താൻ ദൈവത്തിന് ഹിതമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദുഃഖമോ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ പറയും, ഞാൻ പിന്നെ കഴിച്ചോളാം, പിന്നെ കുടിക്കാം, പിന്നെ ആകട്ടെ എന്നിട്ട് പറയും. പിന്നെ ആകട്ടെ എന്ന് പറയുമ്പോൾ ഓർത്തോണം, അത്ര നമ്മൾ ശരീരത്തിനകത്ത് മനസ്സിനകത്ത് സുഖമുള്ളവരല്ല, അത്രയ്ക്ക് നമ്മൾ ഞരങ്ങിയിരിക്കുന്നതിൻ്റെ തെളിവാണ്. പിന്നെ ആകട്ടെ. കർത്താവ് പറയുന്നു, മോനെ നീ എന്നെ ഭയപ്പെടുന്നത് കൊണ്ട് നിന്റെ പ്രവൃത്തിയിൽ ഞാൻ പ്രസാദിച്ചു. എന്താ കാര്യം? നീ അത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നു, നീ അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് എന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നു, നീ എൻ്റെ വാക്കൽ ജീവിക്കുന്നു, എൻ്റെ നിഴലിൽ കൂടി സഞ്ചരിക്കുന്നു. ഞാനില്ലാതെ നീ ജീവിക്കുന്നില്ല, ഞാനുമായിട്ട് ബന്ധത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പ്രവൃത്തിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ പ്രവൃത്തിയിൽ ഉറക്കെ പറഞ്ഞേ. അപ്പോൾ അതിനെന്ത് പ്രവൃത്തിക്ക് എന്തുണ്ട്?
വണ്ടിയുടെ ഇൻഷുറൻസ് പേ ചെയ്യണമായിരുന്നു, പല കാര്യങ്ങളും. ഒന്നില്ല, ലോണ് ഒത്തിരി. എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് എനിക്ക് ഈ മാസം എനിക്ക് വേണമായിരുന്നു. അതിൽ ഒരു പരിധിവരെ ഞാൻ സക്സസ് ആയിട്ട് വന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് അല്പം സാമ്പത്തികം ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അല്പം കിടക്കുകയാണ്. കിടന്നിട്ട് ഞാൻ ചാടി എണ്ണീറ്റിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് എൻ്റെ അക്കൗണ്ടിനകത്ത് അല്പം നന്മ എനിക്ക് എന്ത് ചെയ്യണം, വരണം. എനിക്ക് അല്പം മനസ്സിനകത്തൊരു ഭാരം വന്നിട്ടുണ്ട്. എൻ്റെ ഭാരം ദൈവം മാറ്റിത്തരണം എന്ന് ദൈവസന്നി പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് അല്പം പൈസ ക്രെഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റേ, ഞായറാഴ്ച പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുക്കണം. ദൈവ പ്രാർത്ഥനയ്ക്കൊരു എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സ്വത്രം. അത് ദൈവം മകള് പറഞ്ഞു, തിരുവനന്തപുരത്തെ പാസ്റ്റർക്ക് പൈസ അയച്ചു കൊടുക്കണം, ആ സഭയ്ക്ക് അല്പം ഫുഡ് കൊടുക്കണം. ദൈവം നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിന് ഞാൻ അതുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ദൈവസഭയിൽ വന്നത്. കാര്യം അപ്പോഴേക്ക് മനസ്സിലായി, ദൈവത്തെ ഭയപ്പെടുന്നവന് നന്മ വരും നിശ്ചയമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന നന്മ വരും നിശ്ചയമാണ്. അപ്പൊ നിന്റെ പ്രവൃത്തി ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഓർത്തോണ്ടാം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പലർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവർ നന്മ പ്രാപിക്കുന്നു, അവരെ അനുഗ്രഹം പ്രാപിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ലക്ഷങ്ങൾ ലഭിക്കേണ്ട ഒരു വിടുതൽ ദൈവാത്മാവ് ഒരു കുടുംബത്തിൽ കൊടുത്തു. ആമേൻ. എന്നാൽ ഒരു രൂപ പോലും കർത്താവിന് വേലയ്ക്കുന്നില്ല, ആ കുടുംബം ചെലവഴിച്ചിട്ടില്ല. എനിക്ക് ഭാരമില്ലാതല്ല, ഭാരമുണ്ട്, എപ്പോഴുമല്ല. ചില പ്രയാസം വരുമ്പോൾ എനിക്ക് ഭാരപ്പെടാറുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അവരെ കൊണ്ടല്ല നമ്മെ പോഷിപ്പിക്കുന്ന, നമ്മളറിയാത്ത ചില വഴിയുണ്ടായിരിക്കും ദൈവം പോഷിപ്പിക്കുന്ന വാക്ക്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ട്, ദൈവാത്മാവ് പ്രസാദിച്ചത് കൊണ്ട്, ദൈവം നമ്മളെ വഴി പ്രസാദിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞു, മോനെ നീ പോയി നന്നായി ഭക്ഷിക്ക്, നീ നന്നായിട്ട് പാനം ചെയ്യ്. നിന്റെ പ്രവൃത്തിയെ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വിശുദ്ധ വെള്ള വസ്ത്രമായിരുന്നാ മതി. അപ്പൊ എനിക്ക് ഈ 2 വാക്യം കൊണ്ട് ദൈവം എന്നെ അല്പം കൂടി ബോധിപ്പിച്ച കാര്യം, ആ നന്മയോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ 1, നീ ദൈവത്തെ ഭയപ്പെടണം. 2, നിന്റെ വസ്ത്രം എപ്പോഴും എന്തായിരിക്കണം. അടുത്ത വാക്ക് പറയുന്നത്, നിന്റെ ഞാൻ അവിടെ ഒന്ന് സ്ഥാപിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ എന്തോർത്ത് വിഷമിക്കേണ്ട, നന്മയോർത്ത്. പിന്നെ എന്താ ദൈവം പറഞ്ഞ വാക്ക്? 1, നീ എന്നെ ഭയപ്പെടണം. ചെയ്യാമോ? അത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ വാക്ക്, നിന്റെ ആത്മീക വസ്ത്രം എപ്പോഴെന്തായിരുന്നാ മതി? വെള്ളയായിരിക്കണം. 3, നിന്റെ തലയിൽ നിന്ന് ഒരിക്കൽ പോലും എണ്ണ എന്ത് ചെയ്ത്, ഇത്രയേ ഉള്ളൂ. ഇതാ ഈ 3 കാര്യം നമ്മൾ ചിന്തിച്ച് നിർത്തണം. 1, നീ എന്നെ ഭയപ്പെടണം, ഞാൻ നിനക്ക് നന്മ എന്ത് ചെയ്യാം, തരാം. 2, നിന്റെ വസ്ത്രമെല്ലാം എന്താ അർത്ഥം? നമ്മുടെ ആത്മീക ലൈഫ്, നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ ആത്മീക ജീവിതം എപ്പോഴും കറയില്ലാത്ത പരിശുദ്ധ ജീവിതം നയിച്ചാൽ മതി. അപ്പൊ പരിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം നന്മ കൊടുക്കുമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധ ജീവൻ നയിക്കുന്നവർക്ക് ഉയർച്ച കൊടുക്കുമെന്നാണ്. പരിശുദ്ധ ജീവൻ നയിക്കുന്നവർക്ക് നേട്ടമുണ്ടെന്നാണ്. അത് കൊടുക്കുന്നത് മനുഷ്യരല്ല, അത് കൊടുക്കുന്നത് സ്വർഗീയ ഗവൺമെന്റ് ആണ്. ദൈവമാകുന്ന വാക്ക്. 2, നിന്റെ തല എണ്ണ കുറയരുത്. നിന്റെ തലയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്പം പോലും ചോർന്നു പോകരുത്. ഇത് 2 അർത്ഥം. 1, നീ വിശുദ്ധനായിരിക്കണം. 2, നിന്റെ ദേഹത്തേക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം? പരിശുദ്ധാത്മ ഉണ്ടായിരിക്കണം. അപ്പം 3 കാര്യം. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്പർ 1, ഞാൻ ആരായി? ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കണം. 2, ഞാൻ എപ്പോഴും വിശുദ്ധനായിരിക്കണം. 3, എപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൽ ഫിൽ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇത് 3 നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഈ ദൂത് പ്രാപിച്ചോട് പോയാൽ മതി. ബാക്കിയുള്ള നന്മ തരേണ്ടത്, ഉയർച്ച തരേണ്ടത്, നേട്ടം തരേണ്ടത്, വിശാലത തരേണ്ടത് മൊത്തം സ്വർഗത്തിലെ കർത്താവ് മാത്രമാണ്. ഒരു ആമേൻ പറയാമോ? കരങ്ങൾ ഉയർത്തി. ആമേ. ഓൺലൈൻ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം,
ദൈവം നിങ്ങൾക്ക് നന്മ തരും. നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം നന്മ തരും. നിങ്ങളുടെ കുടുംബത്തിന് ദൈവം നന്മ തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥന വിഷയത്തിനും ദൈവം നന്മ തരും. ഇന്ന് രാവിലെ ഒറ്റ കാര്യം, ദ ഫിയർ ഓഫ് ദ ലോർഡ്. ആമേൻ. ദൈവസന്നിധി ഭയപ്പെട്ടാൽ മാത്രം മതി. ദൈവസന്നിധി ഭയത്തോട് ചിന്തിച്ചാൽ മതി. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം, ഞാൻ ദൈവഹിതം വിട്ടൊരിക്കലും പോകില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് മാത്രം ചേർന്ന് സഞ്ചരിക്കുന്ന കരങ്ങളിൽ അടിച്ചോ നിമിഷം ദൈവസന്നിധി നന്ദി പറഞ്ഞ് സ്തോത്രത്തോട് പ്രാർത്ഥിക്കുമേ. ഞാൻ അങ്ങേ ഭയപ്പെട്ടോളാം. ആമേൻ. ഞാൻ വിശുദ്ധ ജീവൻ നയിച്ചോളാം. ആമേൻ. ഞാൻ എൻ്റെ തലയിൽ നിന്ന് എണ്ണ കുറയാതെ ആമേൻ ഞാൻ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ സംസാരിച്ച് അന്യഭാഷയോടുകൂടെ ദൈവത്തോട് മാത്രം ചേർന്ന് നിന്നോളാം. ആമേൻ. ദൈവം എനിക്ക് നന്മ തരണമപ്പാ. ഞാൻ ആ ഭാഗം പറഞ്ഞൊന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ആമേൻ. വിശുദ്ധ ബൈബിളിനകത്ത് നിരവധി ഇടങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, 3 ദിവസമായിട്ട് മരുഭൂമിയിൽ രാവും പകലും യേശുവിനോട് കൂടെ ഇരുന്ന് ദൈവശബ്ദം കേട്ട ലാവണ്യവാക്കികൾ ശിഷ്യന്മാരെ. അവർ വിശപ്പറിഞ്ഞില്ല. പക്ഷേ വിശപ്പ് ആരറിഞ്ഞു? കർത്താവ് പറഞ്ഞു. അവർ വിശപ്പറിഞ്ഞില്ല. അവർ ആത്മീക ഭോജനം കഴിക്കുന്നതുകൊണ്ട് വിശപ്പ് അവരറിഞ്ഞില്ല. പക്ഷെ അവർ വിശപ്പ് ദൈവം അറിഞ്ഞു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഇവർ വഴിയിൽ തറന്നു വീഴും. നോക്ക്, എനിക്ക് ഞാൻ ചില സമയത്തൊക്കെ ആ വാക്യം വായിച്ച് കണ്ണ് നിറയാറുണ്ട്. നിങ്ങൾ പറ, ഒരു അമ്മയെ പോലെ ഒരു അപ്പനെ, മോനെ നീ കഴിച്ചിട്ടേ പോകാം, മോളെ നീ കഴിച്ചിട്ടേ പോകാം, നീ കഴിച്ചിട്ട് പോയി ഗ്യാസ് കയറും, നീ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ നിന്നെ കഴിക്കാൻ സമയം കിട്ടില്ല, നീ വിഷമിക്കും, നീ അസ്വസ്ഥപ്പെടും, അതുകൊണ്ട് നീ കഴിക്ക് എന്ന് പറഞ്ഞ് നാം നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന പോലെയല്ലേ യേശു അവിടെ ഒരു വാക്ക് പറഞ്ഞു, നീ തളരും. നീ എൻ്റെ അന്തരീക്ഷം വിട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ആത്മീക അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നീ തളരില്ല. പക്ഷെ നിന്റെ യാത്രയിൽ ഈ അന്തരീക്ഷം മാറുമ്പോൾ നീ തളരും. അതുകൊണ്ട് നീ വഴിയിൽ തളർന്നു വീഴാതെ കുഴഞ്ഞു വീഴാതിരിക്കത്തക്കവണ്ണം അവയെ നിനക്ക് ഞാൻ ഭക്ഷണം തരും, നിനക്ക് ഈ നന്മ തരും. ഞാനൊരു കാര്യം പറഞ്ഞ് സ്ഥാപിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ നന്മ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തളരുമെന്ന് കർത്താവിനറിയാം. നമുക്ക് ആ ഉയർച്ച കിട്ടിയില്ലെങ്കിൽ നാം കുഴയുമെന്ന് കർത്താവിനറിയാം. നമുക്ക് ആ നേട്ടം കിട്ടിയില്ലെങ്കിൽ നാം താണുപോകും ദൈവത്തിനറിയാം. അവയെ നമുക്ക് അവകാശം ലഭിച്ചില്ലെങ്കിൽ നാം ക്ഷീണിച്ചു പോകുന്നറിയാം. അവയെ നമുക്ക് ആ നന്മയോ അവകാശം ഉയർച്ച ലഭിച്ചില്ല എങ്കിൽ നാം ഒത്തിരി ഭയഭാരപ്പെടുമെന്ന് ദൈവത്തിനറിയാം. അത് കർത്താവിന്റെ വാക്ക്, നീ തളരാതിരിക്കാൻ, നീ വീഴാതിരിക്കാൻ, നീ വ്യാകുലപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം ഞാൻ നിനക്ക് നന്മ തന്നു മാത്രമേ ഞാൻ നിന്നെ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമുക്ക് പറയാം, കർത്താവേ, ഈ വചനം നാം ഭവനത്തിൽ പോകുമ്പോൾ പറയണം, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനായ എനിക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. 2, മോനെ നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം കഴിക്ക്, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിച്ച് ദൈവം നിന്റെ പ്രവൃത്തികൾ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് നീ എപ്പോഴും നിന്റെ വസ്ത്രം വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ഈ വാക്യം നാം ഉരുവിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലപ്പെടും. നോക്കൂ, അടുത്ത കൂട്ടായ്മയിൽ നാം വരുമ്പോൾ അല്ല, നാം അടുത്ത ദിവസങ്ങൾ നാം അറിയുന്ന മേഖല ചില നന്മകൾക്ക് നാം സാക്ഷ്യം വഹിച്ചു. നാം അറിയാത്ത ചില ഉയർച്ചകൾ, നാം അറിയാത്ത ചില അത്ഭുതങ്ങൾ നമ്മുടെ കയ്യിലോട്ട് വന്നു എന്ന കാര്യമാണ്. ഇത് രാവിലെ നമ്മുടെ കടങ്ങൾ, ശൂന്യതകൾ, നമ്മുടെ ഇല്ലായ്മകൾ, അവയെ നാം അനുഭവിക്കുന്ന ഭാരകരമായ വിഷയങ്ങൾ, അവയെ നമ്മെ സഹായിപ്പാൻ മനുഷ്യരില്ല, നമ്മെ സഹായിപ്പാൻ ആരുമില്ല. പക്ഷെ നമ്മെ സഹായിപ്പാൻ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവ എന്നൊരു നന്മ വരും. ആ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് വെള്ളം കുടിപ്പിച്ച് പോഷിപ്പിച്ചവൻ, ആമേ സാരാപത്തി വിധവയെ പോഷിപ്പിച്ച കർത്താവ്, ആ പ്രവാസിഷ്യന് വീണ്ടകത്തെ കടങ്ങളെ മാറ്റിയ കർത്താവ്, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് ചില നന്മകൾ നാം ചോദിക്കാതെ, അവയെ നാം ചിന്തിക്കാതെ ചില ഉറവകൾ തുറന്ന് ജഗത്കരാധന ഈ ദൂത് കേൾക്കുന്ന കൂടാരത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ചില ഉയർച്ച പടവുകൾ ചവിട്ടി കയറേണ്ട ചില സ്റ്റെപ്പുകൾ ദൈവാത്മ ചരിതത് കൊണ്ട് ആ വിശ്വാസത്തോടെ ദൂതിനെ കരമടിച്ച് സ്വീകരിച്ചു പറയാം, നന്മ പ്രാപിക്കും, ചിന്മ തോടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, ചിന്മ തോടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച ദൂരം ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റ്
കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനാചിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ആമേ കടലോളങ്ങൾ കവനാചിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല. നന്മ പ്രാപിക്കും. ഓ ശതബലബദലം ശബ്ദനം ഭേദം വരികയില്ല. നന്മ പ്രാപിക്കും.